അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാന്റെ ചതിപ്രയോഗം. ആകാശമാർഗത്തിലൂടെയുള്ള ഒളിപ്പോരിന് മുതിർന്ന പാക് പടയെ വിറപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ജമ്മു കാശ്മീരിലെ പൂഞ്ച് മേഖലയിൽ നിയന്ത്രണ രേഖ ലംഘിച്ചെത്തിയ പാകിസ്ഥാൻ ഡ്രോണുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരാഴ്ചക്കിടെ മാത്രം അതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ നുഴഞ്ഞുകയറ്റ ശ്രമമാണിത്. ആകാശത്തുകൂടെ ആയുധങ്ങളോ മയക്കുമരുന്നോ എത്തിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങളെ കൃത്യമായ വെടിയുണ്ടകൾ കൊണ്ട് ഇന്ത്യ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് LOCക്ക് സമീപം LOCക്ക് മുകളിലൂടെ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഡ്രോണുകൾ പറക്കുന്നത് സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജാഗ്രത പാലിച്ച ഇന്ത്യൻ സൈന്യം ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർത്തു. സൈന്യത്തിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാനാവാതെ പാക് ഡ്രോണുകൾ അതിർത്തി കടന്ന് തിരിച്ചു പോകേണ്ടി വന്നു, അല്ലെങ്കിൽ ഭയന്ന് പിന്മാറേണ്ടി വന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത്തരത്തിൽ 20-ലധികം ഡ്രോണുകളാണ് അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പരിസരത്തുമായിട്ട് ഇന്ത്യൻ റഡാറുകളിൽ തെളിഞ്ഞത്. നൌഷേര, രജൌരി സെക്ടറിലും സമാനമായിട്ടുള്ള രീതിയിൽ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. ജാൻഗഡ്, കലാൽ പ്രദേശങ്ങളിൽ വ്യാപകമായ വെടിവെപ്പാണ് നടന്നത് എന്ന് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആന്റി ഡ്രോൺ നടപടികൾ കടുപ്പിച്ചതോടെ പാക് സൈന്യത്തിന്റെ നിഗൂഢ നീക്കങ്ങൾ ഒന്നൊന്നായി പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഡ്രോണുകളെ ഇത്രയധികം ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഇതാണ്. അതിർത്തിയിലെ സുരക്ഷാ വേലികൾ മറികടന്ന് ഭീകരരെ അയക്കുന്നത് ദുഷ്കരമായതോടെയാണ് പാകിസ്ഥാന്റെ ആകാശമാർഗം തിരഞ്ഞെടുക്കുന്ന ഈ രീതി അവലംബിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അതിർത്തി കടത്തിവിടാൻ ഡ്രോണുകൾ സഹായിക്കുന്നു. നേരത്തെ സാംബ സെക്ടറിലും പത്താൻകോട്ട് മേഖലയിലും പിടിക്കപ്പെട്ട ഡ്രോണുകളിൽ നിന്ന് തോക്കുകളും ലഹരി മരുന്നും ഒക്കെ തന്നെ കണ്ടെടുത്തിരുന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്താനും ഇത്തരം പ്രകോപനങ്ങൾ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യാറുണ്ട്. പെട്ടെന്ന് പൊടുന്നനെ ആകാശത്ത് ഈ തേനീച്ചക്കൂട്ടം പോലെ ഡ്രോണുകൾ പറന്നു വരുമ്പോൾ ആളുകൾ ഭയക്കും. രാജ്യം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ പരേഡ് അടക്കമുള്ള പ്രധാന ചടങ്ങുകൾക്ക് മുന്നോടിയായി അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം നടത്തി അസ്ഥിരത സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. BSFും ഇന്ത്യൻ സൈന്യവും സംയുക്തമായി തന്നെ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളും സെൻസറുകളും ഒക്കെ ഉപയോഗിച്ച് പാക് ഡ്രോണുകളെ കണ്ടെത്താൻ ഇപ്പോൾ സൈന്യത്തിന് അതിവേഗത്തിൽ സാധിക്കുന്നുമുണ്ട്. ഇത് ശത്രുവിനുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. പാകിസ്ഥാനുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. ഇന്ത്യയുടെ ആകാശവും അതിർത്തിയും കടക്കാൻ ശ്രമിച്ചാൽ തിരിച്ചു പോകുന്നത് വെടിയുണ്ടകളേറ്റിട്ടായിരിക്കും. അത് ഡ്രോണുകളാണെങ്കിലും മനുഷ്യരാണെന്നുണ്ടെങ്കിലും. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ കളി തീക്കൊള്ളി കൊണ്ടുള്ളതാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളുമായി പാക് പട വരുമ്പോൾ അതിലും മികച്ച പ്രതിരോധവുമായി ഇന്ത്യൻ സൈന്യം സുസജ്ജമാണ്. രാജ്യത്തിന്റെ കാവൽക്കാർ ഉണർന്നിരിക്കുമ്പോൾ ശത്രുവിന്റെ ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ സ്പർശിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.